വെൽക്കം ബാക്ക് ടു വീനാസ് ട്രെയിനിങ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ. ഈ പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മെനി എന്നാണ്, ഒരുപാട് കേട്ടോ. ഒരുപാട് എന്ന് വെച്ചാൽ രണ്ടിൽ കൂടുതലുള്ളതാണ് സാധാരണ നമ്മൾ ഏകവചനം ബഹുവചനം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ മലയാളത്തിൽ? അതവിടെ ബഹുവചനം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈ ഏകവചനം എഴുതുക വെച്ചാൽ ഒരെണ്ണം എഴുതാൻ അല്ലേ, ഒന്നിൽ കൂടുതൽ അല്ലെ രണ്ടിൽ കൂടുതൽ എഴുതുന്നതിനാണ് കറക്റ്റ് നമ്മൾ ബഹുവചനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പോളി എന്ന് വെച്ചാൽ ബഹു എന്നർത്ഥം കേട്ടോ. പോളി ഗണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മെനി ആംഗിൾസ് എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. ഭുജങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ആംഗിളാണ്. അപ്പം പോളിഗണ്ണാണ് കുഞ്ഞുങ്ങളെ പാഠത്തിൻ്റെ പേര്, ബഹുഭുജങ്ങൾ എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് പേജ് നമ്പർ 61 നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. നമ്മൾ ഓരോ പേജും കവർ ചെയ്താണ് പോകുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠമാണ്. മനസ്സിലാവുന്നവർക്ക് ഏറ്റവും എളുപ്പം മാർഗ്ഗം മേടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. മനസ്സിലാക്കാവുന്നവർക്ക് ഏറ്റവും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ 4 വരെ പഠിച്ചില്ലേ കുഞ്ഞുങ്ങളെ, ഇത് ഈ 4 ചാപ്റ്ററിനെ അപേക്ഷിച്ച് ഏറ്റവും നല്ലതുപോലെ മാർഗ്ഗം മേടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററായത് കേട്ടോ. അപ്പം ബാക്കി 3 ഉണ്ടോ? അതും നല്ലത് പഠിച്ചോണ്ടാ കേട്ടോ. എല്ലാം എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അതായത് പോളിഗൺ എന്ന് വെച്ചാൽ ബഹുഭുജങ്ങൾ എന്നാണ്. പോളിഗൺ ഈസ് എ ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. പോളിഗൺ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു ബഹുഭുജങ്ങളല്ലേ, ബഹുഭുജങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് ക്ലോസ്ഡ് ആണ്, ഇതൊരു പോളിഗൺ ആണോ കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇത് പോളിഗൺ അല്ല കേട്ടോ. ഇപ്പം നമ്മൾ ഇത് കാരണം എന്താ, ഇത് ക്ലോസ്ഡ് ആണ്, ഇത് പോളിഗൺ ആണോ, ഇതൊരു പോളിഗൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും പോളിഗൺ അല്ല. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണെന്നറിയോ, പോളിഗൺ ഈസ് എ ക്ലോസ്ഡ് ഫിഗർ മെയ്ഡ് അപ്പ് ഓഫ് ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ ചോദിക്കും എന്താ ഈ ലൈൻ സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇതാവും നിങ്ങൾ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ടാണ് ഇത് വരുന്നത്, ആ ലൈൻ സെഗ്മെൻറ്റ് കേട്ടോ. ഈ ലൈൻ സെഗ്മെൻറ്റ് നോട്ട് കർവ്, ഒരിക്കലും കേർവ് എന്ന് വെച്ചാൽ ഇതുപോലെ വളഞ്ഞിരിക്കാൻ പാടില്ല. ഇസ് എ 2 ഡയമെൻഷണൽ പ്ലെയിൻ. മനസ്സിലായോ? ഈ ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ലൈൻ സെഗ്മെൻറ്റ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇത്രയും വരച്ചുള്ളെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്, ആംഗിൾസ് അല്ലെ, കോണുകൾ എന്നല്ലേ നിങ്ങളെ പറയുന്നത്, കോണുകൾ. അപ്പം നമ്മളിവിടെ ഒരെണ്ണം കൂടെ വരച്ചപ്പോൾ അവിടെ എന്തായി, അവിടെ ഒരു പോളിഗണ്ണായി കേട്ടോ, ബഹുഭുജങ്ങളായി. മനസ്സിലാവുന്നുണ്ടോ? ഇത് 2 ലൈൻ സെഗ്മെൻ്റ് ആണ് നമ്മൾ വരച്ചത്. ലൈൻ സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പോയിന്റിൽ നിന്ന് ഇത്രയും ഇതിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഒരെണ്ണം കൂടി ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതൊരു ആംഗിളായിട്ട് അങ്ങ് മാറി അല്ലേ. അതിൽ തന്നെ ഒരെണ്ണം കൂടെ വരച്ചപ്പോൾ എന്തായിട്ട് മാറി, ഒരു പോളിഗണ്ണായിട്ട് മാറി. അപ്പോൾ എന്താണ് പോളിഗൺ എന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പോളിഗൺ ഈസ് എ ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും എപ്പോഴും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താപ്പോട് ചെയ്ത് കുറേ കണക്ക് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരിക്കലും അത് തുറന്നിരിക്കുമല്ല, എല്ലാം ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. മെയ്ഡ് അപ്പ് ഓഫ് ലൈൻ സെഗ്മെൻറ്റ് നോട്ട് കേർവ്. ഇതൊരിക്കലും കേർവ് അല്ല. ലൈൻ സെഗ്മെൻറ്റിന് 2 ഡയമെൻഷണൽ പ്ലെയിൻ ആയിരിക്കും. ഉദാഹരണം നോക്കിക്കേ നിങ്ങൾ, നമുക്ക് നോക്കാം. ഇത് ഇനി 3 സൈഡ് നമ്മൾ പറഞ്ഞു, 2 സൈഡ് ആയപ്പോൾ അതെന്തായി, 2 സൈഡുകൾ വന്നപ്പോൾ ഇവിടെ നോക്കുന്നില്ലാണ്ട് ഇതൊരു സൈഡ് അല്ലേ, ഇതൊരു വശം 2 വശം വരുമ്പോൾ എന്താ, അതൊരു ആംഗിളായിട്ടാണ് മാറി. അതൊരിക്കലും എന്താ, പോളിഗൺ അല്ല. അപ്പം 3 സൈഡ് മുതലാണ് നമ്മളിത് തുടങ്ങുന്നത്. ബേസ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളെ കേട്ടോ. നിങ്ങൾ ഇനി ഇതൊന്നും ടെസ്റ്റിലില്ലല്ലോ, നമ്മളിപ്പോൾ പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്നാൽ എന്തെന്ന് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഇവിടെ മുതൽ അറിയേണ്ടത് പോളിഗൺ എന്ന് വെച്ചാൽ എന്താണ്, 3 സൈഡുള്ള തിനെ നമ്മൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് പഠിക്കണം. 4 സൈഡുള്ളതിനെ ക്വാഡ്രിലേറ്ററൽ, സ്പെല്ലിങ് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചതിനെ ക്വാഡ്രിലേറ്ററൽ ചതുർഭുജം. 5 സൈഡുള്ളതിനെ പെൻറ്റഗൺ പഞ്ചഭുജം. 6 സൈഡുള്ളതിനെ ഹെക്സഗൺ. ഇത് പറയാൻ എളുപ്പമല്ലേ, 6 ഹെക്സ്. നമ്മൾ പെണ്ണെന്ന് വെച്ചാൽ 5 കേട്ടോ, 5 എണ്ണം ഉള്ളതിനെ പെൻറ്റഗൺ, അതൊക്കെ അറിയായിരിക്കും അല്ലേ. നിങ്ങൾ 8ാം ക്ലാസ്സിലല്ലേ. 4 സൈഡ് ക്വാഡ്രിലേറ്റർ അല്ലേ. ഈ ക്വാഡ്രിലേറ്ററിൽ വരുന്നതാണ് സ്ക്വയർ, റെക്റ്റാങ്കിള്, പിന്നെ റോംബസ്, കൈറ്റ്, ഇങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. അങ്ങനെ പറയാനൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ക്വാഡ്രിലേറ്റർ 4 വശങ്ങളുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അതിനെ ചതുർഭുജം. 5 സൈഡുള്ളതിനെ പെൻറ്റഗൺ, 6 സൈഡുള്ളതിനെ 6 സൈഡ് ഹെക്സഗൺ. പഠിക്കാൻ എളുപ്പത്തിന് 6 സൈഡ് ഹെക്സഗൺ. ഷഡ്ഭുജം. 7 സൈഡ് 7 സൈഡ് സെപ്റ്റഗൺ എന്നും ഹെപ്റ്റഗൺ എന്നും പറയാം കേട്ടോ കുഞ്ഞുങ്ങളെ. സെപ്റ്റഗൺ എന്നും പറയാം, ഹെപ്റ്റഗൺ എന്നും പറയാം കേട്ടോ. രണ്ടും ഒരേ അർത്ഥമാണ്.
ഹെപ്റ്റഗൺ എന്നും സെപ്റ്റഗൺ എന്നും കേട്ടോ. കാരണം പുതിയ പുതിയ ടെസ്റ്റുകളിൽ പുതിയ ഓരോന്നും വരുന്നുണ്ട്. ഈ എല്ലാ ടെസ്റ്റും ഞാൻ കാണുന്നുണ്ട് എല്ലാ ക്ലാസ്സിലെ. കാരണം 1 മുതൽ 10 വരെയുള്ള കേരള സിലബസും CBSEയുടെയും ടെസ്റ്റ് ഞാൻ എല്ലാവരും എടുക്കുന്നതുകൊണ്ട് ഓരോ ടെസ്റ്റിലെയും മാറ്റങ്ങൾ എനിക്കറിയാൻ പറ്റുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അതുകൊണ്ടാണ് സെപ്റ്റഗണ്, ഹെപ്റ്റഗണ്, സപ്തഭുജം കേട്ടോ. ഇനി 8 സൈഡുള്ളതിനെ ഒക്ടഗണ്, അഷ്ടഭുജം എന്നാണ് പറയുന്നത്. 9 സൈഡുള്ളതിനെ നൊനഗൺ, നൊനഗൺ കേട്ടോ. നവഭുജം എന്നാണ് കേട്ടോ, നൊനഗൺ. പിന്നെ 10 സൈഡുള്ളതിനെ ഡെക്കഗൺ, ദശഭുജം. ഇതെന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ കണക്ക് നമുക്കുണ്ട്. 9 സൈഡുള്ളതിന് എന്ത് പേരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കത്തില്ല, പക്ഷെ നമുക്കറിയണം. 6 സൈഡുള്ള ഹെക്സഗണ്, ഹെപ്റ്റഗണ്, ഒക്ടഗണ്, നൊനഗൺ, ഡെക്കഗൺ കേട്ടോ. മലയാളം മീഡിയക്കാരും അത് ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ. ഇതാ ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, സപ്തഭുജം, അഷ്ടഭുജം. അഷ്ടം എന്ന് കേൾക്കുമ്പോഴേ 8 ഇല്ലേ, നവം 9, ദശം 10. അതൊക്കെ അറിയാവുന്നവർക്ക് അതിൻ്റെ കൂടെ ഓരോ ഭുജവും കൂടെ അടിച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 3 or more സൈഡ് ആർ കാൾഡ്. നമ്മൾ 3ൽ കൂടുതലുള്ളതിനെയാണ് കുഞ്ഞുങ്ങളെ ഈ പോളിഗൺ എന്ന് സത്യത്തിൽ പറയുന്നത് കേട്ടോ. എന്താ 3 എന്ന് വെച്ചാൽ എന്താ? 3 സൈഡുള്ളതല്ലേ ത്രികോണം. ഇത് ആരും പറഞ്ഞു തന്ന് കാണത്തില്ല, ഞാനങ്ങ് പറഞ്ഞതാ. എന്താണ് നമ്മളിപ്പോൾ പോളിഗണ്ണാണ് നിങ്ങളെ ഇപ്പോൾ എടുക്കുന്നത്. എന്തു ഈ പോളിഗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ടായോ? നിങ്ങൾ എത്രാമത്തെ ചാപ്റ്ററാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? 4ാമത്തെ ചാപ്റ്റർ. എന്താ അതിൻ്റെ പേര്? പോളിഗൺ. എന്താണ് ഈ പോളിഗൺ എന്ന് നമ്മളോട് കാണാം അബദ്ധത്താലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ പറയേണ്ടത്? 3 or more സൈഡ്, 3ഉം അതിൽ കൂടുതലും വശങ്ങളുള്ളതിനെ എന്താ കുഞ്ഞുങ്ങളെ പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ക്ലോസ്ഡുമായിരിക്കും, സ്ട്രെയിറ്റ് ലൈനുമായിരിക്കും. എന്താ നിങ്ങളെ പോളിഗണിൽ അത് സ്ട്രെയിറ്റ് ലൈനുമായിരിക്കും, അതിൻ്റെ ഷേപ്പ്ഡ് ക്ലോസുമായിരിക്കണം. അത്രയൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ 61ാമത്തെ പേജിലെ ടെസ്റ്റിലെ കുറേ ക്വസ്റ്റ്യനുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പേരുകൾ, നെയിംസ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്. നേർവരകൾ മാത്രം ചേർന്ന പല രൂപങ്ങൾ നമ്മൾ കണ്ടല്ലോ. നോക്കിയെങ്കിലേ ത്രികോണങ്ങൾ, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, ട്രയാങ്കിൾ, ക്വാഡ്രിലേറ്റർ, പെൻറ്റഗൺ, ഹെക്സഗൺ. ത്രികോണത്തിന് 3 വശങ്ങളും 3 മൂലകളുമാണ്. ശരിയാണല്ലോ? നോക്കൂ നിങ്ങളെ, ഇവിടെ ഒരു ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇത് ഒരു സൈഡ്, ഇത് 2 സൈഡ്, ഇത് 2 സൈഡ് എന്ന് വെച്ചാൽ ഇതൊരു സൈഡ്, ഇത് ഒരു സൈഡ് ഇല്ലേ? സൈഡ് എന്ന് വെച്ചാൽ വശം പറയണ്ടല്ലോ. അപ്പം 3 സൈഡുമുണ്ട്. നോക്കണേ നിങ്ങൾ എന്തൊക്കെയുണ്ട്? ഒരു ത്രികോണം പഠിച്ചങ്ങ് പോണേ. 3 സൈഡുമുണ്ട്, 3 എന്തുണ്ട്? ആംഗിളുമുണ്ട്. ഒരു ത്രികോണത്തിന് എന്തൊക്കെയുണ്ട്? പഠിച്ച് പോണേ. ഒരു ത്രികോണത്തിന് നോക്കിയേ 1. വശങ്ങൾ എത്രയുണ്ടോ ആ ഒരു ക്ലൂ ഓർത്താൽ മതി നിങ്ങൾ. ഇനി അങ്ങോട്ട് എന്താ ഈ ത്രികോണത്തെ തന്നെ നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് പോകുന്തോറും 4 വശം, 5 വശം, 10 വശം, 100 വശം ഒക്കെ വരും. അപ്പം നമ്മൾ ചിന്തിച്ചോണം, എത്ര സൈഡുകളുണ്ടോ, മീൻസ് എത്ര വശങ്ങളുണ്ടോ അത്രയും തന്നെ എന്തും കാണും? ആംഗിൾസുകളും കാണും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും നിങ്ങളെ. എത്ര സൈഡുകളുണ്ടോ അത്രയും തന്നെ എന്തുകൊണ്ട്? ആംഗിൾസും ഉണ്ട്. ആ ക്ലൂ പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇവിടെ നോക്കിയേ, 3 സൈഡ് അല്ലെ 3 വശങ്ങളുണ്ടെങ്കിൽ അവിടെ എന്താണ്? 3 ആംഗിളുകളും ഉണ്ട്. നോക്കിയേ, 3 കോണുകളും ഉണ്ട്. ഓക്കെ ആണോ? അങ്ങനെ ആംഗിൾ നോക്കിയേ, ചതുർഭുജത്തിന് അപ്പം എത്ര? 4 സൈഡുകളുണ്ട്. അപ്പം എന്താ? 4 ആംഗിൾസും ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും അങ്ങനെ വരത്തില്ല. ഇനി എഴുതേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലായോ? ഇവിടെ 5 എന്ന് വെച്ചാൽ പെൻറ്റഗൺ. അപ്പം എന്താ? 5 സൈഡുണ്ട്, 5 ആംഗിൾസ് മീൻസ് 5 കോണുകൾ. നോക്കി, 1, 2, 3, 4, 5. അപ്പോൾ ആ ക്ലൂ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി കുഞ്ഞുങ്ങൾ. നോക്കി, 6 മനസ്സിലായോ? 6 വശം, 6 എന്ന് വെച്ചാൽ എന്താ? ഷഡ്ഭുജം അല്ലേ, ഹെക്സഗൺ. അപ്പോൾ അവിടെ നോക്കിക്കേ, എത്ര സൈഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 6. അപ്പോൾ എത്ര ആംഗിളും അവിടെ വരും? 6 ആംഗിൾ അല്ലെങ്കിൽ കോണുകളും ഉണ്ട്. ഓക്കെ ആണോ നിങ്ങൾ? ക്ലൂ പഠിച്ചോ? നമ്മുടെ പേജ് നമ്പർ 61 എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഓരോ പേജും മനസ്സിലാക്കി പോകണം. ഒന്നാമത്തെ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ, ത്രികോണം എന്ന് വെച്ചാൽ 3 സൈഡും 3 ആംഗിളുമുണ്ട്. അതുപോലെ ചതുർഭുജം അല്ലെ, ക്വാഡ്രിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും 4 സൈഡും 4 ആംഗിളുമുണ്ട്. പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും എന്താ? 5 സൈഡും ഉണ്ട്, 5 ആംഗിളുമുണ്ട്. ഷഡ്ഭുജം അല്ലെ, ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോന്നും. ഇപ്പോൾ 10 വശമുണ്ട്. 10 എന്ന് പറയുന്നതിന് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ? ഡെക്കഗൺ കേട്ടോ നിങ്ങൾ. ഡെക്കഗൺ എന്ന് വെച്ചാൽ എന്താ? ദശഭുജം. അപ്പോൾ എന്താണ്? അതിന് 10 സൈഡുമുണ്ട്, 10 ആംഗിളുമുണ്ട്. എത്ര സൈഡുണ്ടോ അത്ര ആംഗിളും ഉണ്ട്. മനസ്സിലാക്കി പോണേ കേട്ടോ. അല്ലാതെ ആദ്യം ഒന്നും മനസ്സിലാവാതെ തെക്കോട്ടും വടക്കോട്ടും നോക്കിയിരുന്നിട്ട് പിന്നെ കണക്കിലോട്ട് കയറാൻ നേരം എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയരുത്. ഏതൊരു കണക്ക് ഇതിൽ കൂടുതലൊന്നും താഴ്ന്ന് ഈ പാഠം പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഏറ്റവും ലോ ലെവലിലാണ് മിക്കവാറും ഞാൻ കണക്ക് പഠിപ്പിക്കുന്നത്. കാരണം എങ്ങനെയും മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? നിങ്ങൾ വേറെ ഏതെങ്കിലും കേട്ട് നോക്ക്, അല്ലെ സ്കൂളിൽ ശ്രദ്ധിച്ച് നോക്ക്. ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഇത് നിങ്ങളെ എന്താ
ചെറിയ ക്ലാസ് മുതലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇതിനകത്ത് ഞാൻ ഇട്ടാണ് ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇനി ഈ നമ്മൾ ഈ എഴുതിയതിനെല്ലാം എല്ലാം ഒരേ രീതിയിലുള്ളതാണോ നോക്കൂ കുഞ്ഞുങ്ങളെ. ഈ വശം പോലെയാണ്. നമ്മളിപ്പം 4 വശമുള്ളതിനെ ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞു അല്ലേ, 3 വശമുള്ളതിനെ നമ്മൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ വശങ്ങളെല്ലാം ഒരുപോലെയാണോ? ഇങ്ങനെ വശങ്ങൾ ഒരുപോലെയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ഈ തന്നിരിക്കുന്ന പടങ്ങളുടെ എല്ലാം, അതായത് നമ്മൾ ട്രയാങ്കിൾ പറഞ്ഞു, ക്വാഡ്രിലേറ്റർ പറഞ്ഞു, പെൻറ്റഗൺ പറഞ്ഞു, ഹെക്സഗൺ ഷഡ്ഭുജം പറഞ്ഞു, ഇങ്ങനെ എല്ലാം പറഞ്ഞതിൻ്റെ എല്ലാം വശങ്ങളെല്ലാം ഒരേപോലെയാണെങ്കിൽ അതിനെ റെഗുലർ എന്ന വാക്കും കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ ഒരു മാർക്കിനും കാണാൻ ചോദിച്ചാലോ. ഇപ്പം നോക്കിയേ, ഇതെന്താ? ഇതൊരു ക്വാഡ്രിലേറ്റർ ആണ്. അപ്പോൾ അതിന് എന്താ 4 നോക്കി, ഞാൻ അത് അറിയാൻ വേണ്ടി ഇട്ട് വന്നിട്ടുണ്ടോ നിങ്ങൾ നോക്കിയേ. ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, 3 വശവും 3 സെൻറ്റിമീറ്ററാണ് അല്ലേ. അപ്പോൾ അതിനെ റെഗുലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. അല്ല, 3 വശവും ഒരുപോലെ ഇരിക്കുന്നത് നമ്മൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഈക്വലാണ് അല്ലേ. 2 വശം ഒരുപോലെ ആണെങ്കിൽ ഐസോസെലസ് എന്നാണ് അല്ലേ. ഒരു വശമാണെങ്കിലോ സ്കെയിലൻ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത് അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാ വശവും ഒരുപോലെ ആണെങ്കിൽ റഫായിട്ട് ഞാനങ്ങ് പറയുവാണ്. ഇത് നമ്മളാ പറഞ്ഞത് 3 വശം ഒരുപോലെ ആണെങ്കിൽ ഈക്വലേറ്റർ ട്രയാങ്കിളാണ് കേട്ടോ. ഇനി അത് നിങ്ങൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ അങ്ങ് പഠിച്ചു. ഇനി അത് തെറ്റി പോകണ്ട. ഇനി അല്ലെങ്കിൽ അതും ഇതും ഇല്ലാതെ ഇവിടെ നോക്കിക്കേ. കാരണം 3 വശം, എല്ലാ വശവും ഒരുപോലെ ഇരിക്കുന്നതിന് നമ്മൾ റെഗുലർ എന്ന വാക്കുകൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ സമമായിട്ടുള്ള. ഇവിടെ നോക്കിക്കേ, 4, 4, 4, 4 വശവും ഒരേ മെഷറാണെങ്കിൽ അതിനെ റെഗുലർ ക്വാഡ്രിലേറ്റർ കേട്ടോ. അതിൻ്റെ മുന്നിൽ ഒരു റെഗുലർ ഇട്ടാൽ മതി. ഇത് നോക്കൂ നിങ്ങളെ, ഇവിടെ 2, ഇവിടെ 2, ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെ എല്ലാ വശവും 2 സെൻറ്റിമീറ്റർ ആവും നിങ്ങളെ. അപ്പോൾ അതിനെ റെഗുലർ പെൻറ്റഗൺ. മനസ്സിലാവുന്നുണ്ടോ? ഇത് നോക്കിക്കേ, എന്താ ഹെക്സഗൺ അല്ലേ. ഹെക്സഗൺ എന്ന് വെച്ചാൽ 6 സൈഡ്, 6 വശവും ഒരുപോലെയാണെങ്കിൽ അതിനെ റെഗുലർ ഹെക്സഗൺ അല്ലേ സമ ഷഡ്ഭുജം എന്നൊരു ഇത് കൊടുത്താൽ മതി. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ സൈഡ് എത്രയുണ്ടോ അത്രയും ആംഗിളുകൾ കാണും. അത്രയും ബേസ് അറിയണേ കുഞ്ഞുങ്ങളെ. നമ്മൾ എത്ര സൈഡുകളുണ്ടോ അത്രയും ആംഗിൾസുകൾ കാണും. പേജ് നമ്പർ 61 എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ്. പിന്നെ എല്ലാ വശവും ഒരേ സെൻറ്റിമീറ്ററോ അല്ലെ മീറ്ററോ ആണെങ്കിൽ, സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ എന്തോ ആയിക്കോട്ടെ തരുന്നെങ്കിൽ അതിനെ നമ്മൾ റെഗുലർ എന്ന് വെച്ചാൽ സമമാണ് കേട്ടോ. സമം എന്ന് വെച്ചാൽ റെഗുലറാണ്. പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജം എന്നാണ് പറയുന്നത്. ഇത്രയാണ് കുഞ്ഞുങ്ങളെ പേജ് നമ്പർ 61 ടെസ്റ്റിലെ നിങ്ങളുടെ ബേസ് പറഞ്ഞിരിക്കുന്നത്. 61ാമത്തെ പേജ് ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, പേജ് നമ്പർ 62 അടുത്ത നമുക്ക് നോക്കാം കുഞ്ഞുങ്ങളെ. പേജ് നമ്പർ 62 മനസ്സിലാക്കി പോണേ. ഇത് നല്ലപോലെ മനസ്സിലാവുന്നവർക്ക് ഇത് എളുപ്പം എഴുതാം. നോക്കിക്കേ, കോണുകൾ അല്ലേ. പേജ് നമ്പർ 62 അല്ലേ. 62 എന്താണ്? ട്രയാങ്കിൾ, കോണുകൾ എന്ന് അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ന് നിങ്ങളുടെ ടെസ്റ്റിൻ്റെ മണ്ടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. കോണുകൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന് നിങ്ങൾ എപ്പോൾ കണ്ടാലും ഓർത്തോണം, ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ നമ്മൾ കുറേ പഠിച്ചതാണ്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചതാണ്. എന്നാലും ചിലപ്പോൾ മറന്നു പോയാലോ. അതുകൊണ്ട് ഒന്നുകൂടെ പറയുക, ട്രയാങ്കിളിൻ്റെ മെഷർ എന്ന് കേൾക്കുമ്പോഴേ 180 ആവും നിങ്ങളെ കേട്ടോ. ട്രയാങ്കിളിൻ്റെ മനസ്സിൽ പതിയുമ്പോഴേ എന്തോർത്തോണം, അത് 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. ഒരു ത്രികോണത്തിൻ്റെ അളവ് എപ്പോഴും 180 ഡിഗ്രിയാണ്. ഇതിനെ ബേസ് ചെയ്താണ് ഇനി നമ്മൾ താപ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. ആ 180 എന്ന് പിടിവിടരുത് കേട്ടോ. ഒരു ത്രികോണത്തിൻ്റെ മെഷർ എത്ര നിങ്ങളെ? ഒരു ത്രികോണത്തിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ട്രയാങ്കിളിൻ്റെ മെഷർ 180 ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 സൈഡുള്ളതാണ് ഈ ത്രികോണം എന്ന് പറഞ്ഞത് കേട്ടോ. എത്ര? 3 സൈഡ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ത്രികോണം എന്ന് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ കുഞ്ഞില്ലേ, 4 സൈഡ് ഓക്കെ. ചതുർഭുജത്തിൻ്റെ കോണുകൾ, ചതുർഭുജം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ക്വാഡ്രിലേറ്റർ. എല്ലാം ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനി എഴുതണോ? എന്നാൽ എഴുതിയേക്കാം. ക്വാഡ്രിലേറ്ററൽ അല്ലേ. ക്വാഡ്രിലേറ്ററിൻ്റെ വശങ്ങൾ നോക്കൂ നിങ്ങളെ. ഇത് നോക്കിക്കേ, ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ ഇത് ഞാനൊരു റെക്റ്റാങ്കിളാണ് വരച്ചേക്കുന്നത് അല്ലേ, ചതുരമാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് നേരെ ഇരിക്കുന്ന ഒരു ചതുരം നോക്കിയോ നിങ്ങൾ, ഒരു ചതുരം അല്ലേ. ഒരു ചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ 4 കോർണറും എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? എന്ന് വെച്ചാൽ നേരെ ഇരിക്കുമല്ലേ. 4 കോർണറും 90 ഡിഗ്രി അല്ലെ 90 ഡിഗ്രി ആയിരിക്കും. സംശയമില്ലല്ലോ. നമ്മുടെ ബ്ലാക്ക് ബോർഡ്, നമ്മുടെ ബുക്ക്, നമ്മുടെ പേപ്പർ, ഇതെല്ലാം എന്താണ്? ഈ പേപ്പറൊക്കെ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ, ഇവിടെ എത്രയാണോ അത് തന്നെയായിരിക്കും ഈ വശം, ഇവിടെ എത്രയാണോ അത് തന്നെയായിരിക്കും ഇപ്പുറത്തെ വശം അല്ലേ. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതെന്താ? റെക്റ്റാങ്കിളാണ്. അതിൻ്റെ സൈഡ് വശം നിങ്ങൾ നോക്കിയോ? ഈ സൈഡ് ഭാഗം നോക്കിയോ നിങ്ങളെ? ഇവിടെ എന്താണ്? എല്ലാം ഒരേപോലെയല്ലേ. ഇവിടെ എന്താ? 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ, 90 ഡിഗ്രി. അതൊക്കെ അറിയാവുന്നത്, എന്നാലും ഞാനങ്ങ് പറഞ്ഞതാ. അപ്പോൾ നോക്കിയേ, ഈ 4 90കൾ ചേരുന്ന
വരുന്നത് എന്താണ്? 360. 9 9 18, 1 9 9, 2 9 18, 3 9 27, 4 9 36. അതായത് 4 90കൾ ചേർന്നാൽ 360. അതിന് കുറച്ചുകൂടി എളുപ്പവഴി എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? 90 × 4 എന്ന് വെച്ചാൽ 4 90കൾ ചേരുന്നു അല്ലേ? ഇനി അതിനെ കുറച്ചുകൂടി എളുപ്പം അത് 4 90കൾ ചേരുന്നു എന്നാൽ ഇനി ഇങ്ങനെ മാത്രം ഇരിക്കുക. ഇതിപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ചതുരമാണ് അല്ലേ? ചതുരം ഇല്ലേ കുഞ്ഞുങ്ങളെ? ചതുരമല്ലേ? ഇനി ഈ ഇങ്ങനെ വരച്ചാൽ എന്താ? ഇതും ക്വാഡ്രിലേറ്റർ അല്ലേ കുഞ്ഞുങ്ങളെ? ക്വാഡ്രിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 4 വശങ്ങളുള്ളതിനെ എല്ലാം നമ്മൾ ക്വാഡ്രിലേറ്റർ എന്നാണ് പറയുന്നത്. 4 വശങ്ങൾ 4 സൈഡ് ഉള്ളതിനെല്ലാം ക്വാഡ്രിലേറ്ററാണ്. ഇതും ക്വാഡ്രിലേറ്ററാകും നിങ്ങളെ. ക്വാഡ്രിലേറ്ററിൽ തന്നെ പാർട്ടായിട്ട് ഒരുപാടുണ്ട് കേട്ടോ പഠിക്കാൻ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കുഞ്ഞിലെ. ഈ ക്വാഡ്രിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്തോണേ, 4 സൈഡുള്ള എല്ലാത്തിനെയും കൂടെ പറയുന്ന പേരാണ് ക്വാഡ്രിലേറ്റർ. ഈ 4 സൈഡുള്ള അല്ലേ കുഞ്ഞുങ്ങളെ ഈ സ്ക്വയർ എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ എന്താ? 4 സൈഡും ഒരുപോലെ ഇരിക്കുന്നതാണ് സ്ക്വയർ. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിൾ അല്ലേ? ചതുരം. സ്ക്വയറുണ്ട്, സമചതുരമുണ്ട്, ചതുരമുണ്ട്, പിന്നെ റോംബസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. റോംബസ്, പിന്നെ കൈറ്റ്. ഇതിനെക്കുറിച്ചൊക്കെ പറയാനെങ്കിൽ എന്ന് വെച്ചാൽ ഇതിന് 4 നിങ്ങൾ കൈറ്റ് എന്ന് വെച്ചാൽ ഈ പട്ടം കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇല്ലേ? ഇങ്ങനെ ഇരിക്കില്ലേ കൈറ്റ്? അപ്പോൾ ഇതിന് 4 വശമുള്ളൂ. ഇങ്ങനെ പറയുന്നതല്ല, ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഉണ്ട്. ഇങ്ങനെ പറയുന്ന എല്ലാം എന്താ? 4 വശങ്ങളുള്ളതാണ്. അപ്പം നമ്മൾ ക്വാഡ്രിലേറ്റർ എന്നാണ് ഇതിന് പറയുന്നതെന്നാണ് പറയുന്നത് അല്ലേ? ഇത് നോക്കിക്കേ, ഈ ചതുർഭുജത്തിൻ്റെ മെഷർ എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? ഒന്ന് പറയാൻ പറ്റുമോ? ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലേറ്ററിന് നിങ്ങൾ എവിടെ കണ്ടോ, എങ്ങനെ ഇരുന്നോ, തിരിഞ്ഞിരുന്നോ, മറിഞ്ഞിരുന്നോ, കുത്തനെ ഇരുന്നോ, നിങ്ങളുടെ നോട്ടം എന്താണ്? ഇതിന് എത്ര വശങ്ങൾ, എത്ര ആംഗിൾ ഉണ്ടോ നോക്കിക്കേ. 4 എണ്ണമല്ലേ? നീ എങ്ങനെ വേണമെങ്കിലും ഇരുന്നോ, ചരിഞ്ഞോ പിരിഞ്ഞോ കുരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും ഇരുന്നോ കുഞ്ഞുങ്ങളെ. ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. ഇത് 4 വശങ്ങളും 4 ആംഗിളും ഉള്ളതാണ്. അപ്പോൾ അത് ക്വാഡ്രിലേറ്ററാണ്. അപ്പോൾ അതിൻ്റെ മെഷർ 360 തന്നെയാണ്. ഇനി എങ്ങനെ ചരിച്ച് മറിച്ച് വെച്ചാലും, ത്രികോണത്തിനെ നമ്മൾ തിരിച്ച് വെച്ചാലും മറിച്ച് വെച്ചാലും എങ്ങനെ വെച്ചാലും ട്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതിന് എന്ത് പ്രശ്നം വന്നാലും 180 ഡിഗ്രി തന്നെയാണ് കേട്ടോ. ക്വാഡ്രിലേറ്റർ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ സ്ക്വയറോ കൈറ്റോ റോംബസോ വേറെ എന്തൊക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ ഇപ്പോൾ പെട്ടെന്നായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം എന്താ? 4 സൈഡുള്ളതാണ്. ഇനി 4 സൈഡുള്ള എന്തുവായാലും അത് എത്ര കുഞ്ഞുങ്ങളെ? 360. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മൾ പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു കാര്യത്തിനെ ഓർത്ത് വെച്ചേക്കണം. എന്തിനാ? 180. അതായത് ഇപ്പം നമുക്ക് കണക്ക് ചെയ്യാൻ നേരം അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആ 180 പിടിവിടല്ലേ ഇത് ഞാനൊന്ന് പറഞ്ഞായിരുന്നില്ലേ. കാരണം എന്താണെന്നറിയോ? ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പടം തന്നു. ഇതെന്താ കുഞ്ഞുങ്ങളെ? ഇതൊരു ക്വാഡ്രിലേറ്ററാണ്. ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ 4 വശങ്ങളുള്ളതാണ്. നമ്മൾ അതിനെ ഈ പടം ഇങ്ങനെ ഇരിക്കുക അല്ലേ? ഇതിൻ്റെ നടുക്കൂടെ ഞാനൊരു വികരണം അല്ലെങ്കിൽ ഡയഗണൽ എന്ന് കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ അല്ലേ, ചതുരം വരയ്ക്കുക. ഇതിനകത്തൂടെ ഈ കോർണർ ടു ഈ കോർണർ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയഗണൽ അല്ലെങ്കിൽ വികരണം എന്ന് പറയുന്നത്. അതെന്തുവാന്ന ഡൗട്ട് അങ്ങ് മാറി. എന്തോ ഈ വികരണം അല്ലേ ഡയഗണൽ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതിൻ്റെ നടുക്കൂടെ പോകുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഇവിടെ ഈക്വൽ ആയിരിക്കും. ഇതൊരു ചതുരമല്ലേ? ഒരു ചതുരത്തിൻ്റെ നടുക്കൂടെ പോകുന്ന അപ്പുറം ഇപ്പുറം. അതൊന്ന് റഫായിട്ട് അറിഞ്ഞിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ പടത്തിൻ്റെ നോക്കിയേ നടുക്കൂടെ ഈ പോയതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഡയഗണൽ എന്ന് പറഞ്ഞത്. അപ്പം നോക്കിയേ ഇവിടെ എന്തുവായി? 2 ട്രയാങ്കിളായി അല്ലേ? 2 ത്രികോണങ്ങളായി. ഇതിലൂടെ ഒരു ഡയഗണലിൽ വികരണം വരച്ചാൽ, അപ്പോൾ ഇതൊരു ക്വാഡ്രിലേറ്ററാണ്. ക്വാഡ്രിലേറ്ററിൻ്റെ നടുക്കൂടെ ഒരു ഡയഗണൽ വരച്ചു. അപ്പോൾ നോക്കിയേ 2 ട്രയാങ്കിളായിട്ട് മാറി. ട്രയാങ്കിൾ എന്ന് കേൾക്കുമ്പോഴേ ഞാൻ പറഞ്ഞു എന്താ? 180. ആ 180 × 2 എത്ര കുഞ്ഞുങ്ങളെ? 360. ഞാൻ അതിന് മുമ്പേ പറഞ്ഞായിരുന്നു ക്വാഡ്രിലേറ്റർ അല്ലെങ്കിൽ 4 വശമാണെങ്കിൽ അതിൻ്റെ മെഷർ 360 ആണെന്ന് കേട്ടോ. ഈ 2 വന്ന് എന്താണെന്നറിയോ? ഇതിനെ 2ആയിട്ട് നമ്മൾ മുറിച്ചു അല്ലേ? ഇനി അടുത്ത പേജ് നമ്പർ 63 എടുത്ത പഞ്ചഭുജം അല്ലെങ്കിൽ പെൻറ്റഗണിനെ കുറിച്ചാണ് നിങ്ങളെ പഠിക്കുന്നത്. എന്താണ് പഞ്ചഭുജം അല്ലെങ്കിൽ പെൻറ്റഗൺ? ഓരോ പേജ് നമ്പർ വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് മാറാൻ വേണ്ടി 62ാമത്തെ പേജ് ട്രയാങ്കിളിനെ കുറിച്ചും ക്വാഡ്രിലേറ്ററിനെ കുറിച്ചുമാണ് പറയുന്നത്. ടെസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ ചുരുക്കി ഞാൻ പറഞ്ഞതാണ്. പേജ് നമ്പർ 63 പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? 180 വെച്ച് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഇതിനൊരു ഇക്വേഷനിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണ്? ഇതിനെ ഒരു ഇക്വേഷൻ ഫോമിലോട്ട് മാറ്റാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കിത് പറയുമ്പം പിന്നെ മനസ്സിലാവും.
അപ്പോൾ നോക്കിക്കേ 5 നോക്കി 1 2 3 4 5 5 ആംഗിളുണ്ട്. അപ്പോൾ 5 സൈഡുമുണ്ട്. അതുകൊണ്ടാണ് അതിനെ പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം എന്ന് പറയുന്നത്. നോക്കി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ദാണ്ട് ഇങ്ങനെ ചെയ്തുകൂടായോ നിങ്ങളെ? ഇതിനെ ദാണ്ട നേരെ നടുക്ക് വെച്ച് ഇങ്ങനെ അങ്ങ് മാറ്റിയാൽ ഇവിടെ എന്താ, ഇവിടെ ഒരു ക്വാഡ്രിലേറ്ററും വരും, ഇവിടെ ഒരു ട്രയാങ്കിളും വരും അല്ലേ? വരത്തില്ലേ? ഇവിടെ ഒരു ക്വാഡ്രിലേറ്ററും വന്നു, ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നു, നടുക്കൂടെ ഒരു ഡയഗണൽ വരച്ചപ്പം ഇല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ വന്നു? ഒരു ത്രികോണവും ഒരു ചതുർഭുജവും. അതായത് ഒരു ചതുർഭുജം എന്ന് വെച്ചാൽ എത്രയായിരുന്നു? 360 ഒരു ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എത്ര? 180 അല്ലേ? അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നതെന്ന് അറിയാമോ? 540. പക്ഷേ ഇവിടെ നമുക്ക് ത്രികോണത്തിൻ്റെ വെച്ചാണ് ചെയ്ത് ഞാനൊരു റഫായിട്ടൊന്ന് കാണിച്ചതാണ്. കാരണം ഒരു ക്വാഡ്രിലേറ്ററും ഒരു ട്രയാങ്കിളൂടെ കൂട്ടുമ്പോൾ നമുക്ക് 540 വരും. കാരണം 360 180 അത് രണ്ടും ഇപ്പം നമ്മൾ പഠിച്ചതും. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ആ വരച്ച അതേ പെൻറ്റഗൺ തന്നെ, പെൻറ്റഗൺ ആണ് കുഞ്ഞുങ്ങളെ, പെൻറ്റഗൺ അതായത് പഞ്ചഭുജം അല്ലേ? ആ പഞ്ചഭുജത്തിന് എന്താണ്ട് നമ്മൾ ഇതിലേക്കൂടെ ഒരു ഡയഗണൽ കൊടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ഡയഗണൽ കൊടുത്തു. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 1 2 3 ട്രയാങ്കിൾ അപ്പോൾ ഉണ്ടായി. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരെണ്ണം, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരെണ്ണം. അപ്പോൾ ഇവിടെ എത്ര എണ്ണമായി? 3 ട്രയാങ്കിളായി. ഒരു പെൻറ്റഗണിനകത്തിൽ 3 ട്രയാങ്കിൾ വന്നു കേട്ടോ. 3 ട്രയാങ്കിൾ വന്നു. അതായത് 180 180 180. എത്ര 180? 3 180 എന്ന് പറയുന്നത് 540. അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്ര കുഞ്ഞുങ്ങളെ? ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180. ക്വാഡ്രിലേറ്റർ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് പറയുന്നത് 360. അടുത്ത 3 സൈഡാണ് ട്രയാങ്കിൾ, 4 സൈഡാണ് ക്വാഡ്രിലേറ്റർ, 5 സൈഡാണ് പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം. അതിനെത്ര വന്നു? 540 വന്നു. എങ്ങനെയാണ് വന്നതെന്ന് അറിയണേ കേട്ടോ. 540 എന്ന് വെച്ചാൽ എന്താണ്? 3 × 180. 360 എന്ന് വെച്ചാൽ 2 × 180 കേട്ടോ. ഓക്കെ ആണോ? പേജ് നമ്പർ 63 കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി അതിൻ്റെ അടുത്തത് ഇത് എത്ര വശം ഉണ്ടോ നിങ്ങളെ? നോക്കിയേ, 6 വശം. ഞാനിവിടെ 1 2 3 4 5 ഇതൊക്കെ ബേസ് അറിയണം. ഇതറിഞ്ഞെങ്കിലേ നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റൂ. നോക്കി, ഈ 6 വശങ്ങൾ, 6 വശവും 6 വശം എത്ര ഉണ്ടോ അത്ര ആംഗിളും ഉണ്ട് അല്ലേ? ഇവിടെ 6 വശവും ഉണ്ട്, 6 ആംഗിളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിൽ എത്ര ത്രികോണത്തിനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും? നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരെണ്ണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 എണ്ണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 എണ്ണം അല്ലേ? അപ്പം ഇവിടെ നോക്കിയാൽ 1 2 3 4 ട്രയാങ്കിൾ എടുക്കാൻ പറ്റും. 6 എണ്ണം ഉള്ളതിൽ 6 സൈഡുകളും 6 ആംഗിളും ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ട്രയാങ്കിൾ എടുക്കാൻ പറ്റും? നോക്കി, എത്ര ട്രയാങ്കിൾ ഉണ്ട് ഇതിനകത്തിൽ? 4 എണ്ണം ഉണ്ടല്ലേ? അപ്പം 180 180 180 180 ഇങ്ങനെ ഇട്ട് കൂട്ടുന്നതിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത്രയും 180 കൂട്ടുന്നതാണ്. ഇതിനുള്ള എളുപ്പവഴി എന്താ? എത്ര 180 ഉണ്ട്? 180 × 4 അല്ലയോ? 180 4 എണ്ണം ഉണ്ടത്. അപ്പം 720 അല്ലേ? ഹെക്സഗൺ അല്ലെങ്കിൽ 6 സൈഡല്ലേ? 6 സൈഡുള്ളതിനെ എന്താ കുഞ്ഞുങ്ങളെ പറയുന്നത്? ഷഡ്ഭുജം അല്ലേ? ഷഡ്ഭുജം. അതിനെത്ര? 720. ഓരോന്നും നോക്കണേ, 720 ഡിഗ്രിയാണ്. കാരണം ഡിഗ്രി ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേജ് നമ്പർ 64 നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചെയ്തല്ലോ, ഇത്രയും ചെയ്ത് 62 ചെയ്തു, 63 ചെയ്തു. അപ്പോൾ 64 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബഹുഭുജം, പോളിഗണ്, വശങ്ങൾ എന്ന് വെച്ചാൽ സൈഡ്, കോണുകളുടെ തുക എന്ന് വെച്ചാൽ സം ഓഫ് ആംഗിൾ. മലയാളവും ഇംഗ്ലീഷും എഴുതിയത് കൊണ്ടാണ് ഇത് വലിയ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അവനവൻ്റെ എഴുതിയെടുത്താൽ മതി കേട്ടോ. ബഹുഭുജം, പോളിഗണിൻ്റെ മലയാളം കുഞ്ഞുങ്ങളെ ബഹുഭുജം. സൈഡ് എന്ന് വെച്ചാൽ വശങ്ങൾ, സം ഓഫ് ആംഗിൾ എന്ന് വെച്ചാൽ കോണുകളുടെ തുക. ഫസ്റ്റ് നമ്മൾ പഠിച്ചു ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം. ത്രികോണം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താ? 3 3 സൈഡും 3 ആംഗിളുമാണ്. അതിൻ്റെ മെഷർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കുഞ്ഞുങ്ങളെ. 180 ഡിഗ്രിയാണ്. നല്ലപോലെ പഠിച്ചിരിക്കണേ. ഇനി നമ്മളിപ്പോൾ ഒരു 50 വട്ടയിലും പറഞ്ഞു കാണും. ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ ചതുർഭുജം. ചതുർഭുജത്തിന് എത്ര കുഞ്ഞുങ്ങളെ? 4 സൈഡും ഉണ്ട്, 4 ആംഗിളുകളും ഉണ്ട് അല്ലേ? 4 കോണുകളും ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു 180 അധികം 180. ഇനി ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. എന്താ? 2 180 ചേരുന്നതാണ് 360. ഇനി 180 180 എന്നിങ്ങനെ പറക്കി എഴുതണ്ടാവും നിങ്ങൾ കേട്ടോ. 2 180. അപ്പോൾ നോക്കിയേ, പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം ഇപ്പം നമ്മൾ പഠിപ്പിച്ചത് 5 സൈഡുള്ളതിനെ 5 പഞ്ചം 5 പഞ്ചഭുജം 5. അപ്പം എന്തോ എഴുതണം? 180 3 അതായത് 3 × 180 കേട്ടോ.
ഇതിൻ്റെ എല്ലാം ഒരു ക്ലൂ പഠിച്ചാൽ മതി. എന്തോന്നറിയോ, നോക്കിയേ, 4-ൽ നിന്നും 2 കുറച്ചപ്പം ഇവിടെ 2 വന്നു. 5-ൽ നിന്നും 2 കുറച്ചപ്പം ഇവിടെ 3 വന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ 6-ൽ നിന്നും 2 കുറച്ചപ്പം ഇവിടെ എത്ര വന്നു? 4 വന്നു. മനസ്സിലാവുന്നു നിങ്ങളെ? 7-ൽ നിന്നും 2 കുറച്ചപ്പോൾ ഇവിടെ എത്ര വന്നു? 5 വന്നു. 8-ൽ നിന്നും 6 കുറച്ചപ്പോൾ എത്ര വന്നു? 8-ൽ നിന്നും 2 കുറച്ചപ്പോൾ എത്ര വന്നു? 6 വന്നു. 9-ൽ നിന്നും 2 കുറച്ചപ്പോൾ എത്ര വന്നു? 7 വന്നു. 10-ൽ നിന്നും 2 കുറച്ചപ്പോൾ എത്ര? 8 വന്നു. ഇതിൻ്റെ എല്ലാ അർത്ഥം എന്താ? ഇതിൻ്റെ എല്ലാം 2 കുറയ്ക്കണമെന്ന് കേട്ടോ. 2 കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ നമ്പറുകൾ കിട്ടും. നമ്പർ എന്ന് വെച്ചാൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കിട്ടും. വല്ലോ മനസ്സിലായോ? ഇല്ലെന്ന് തോന്നുന്നില്ലേ എൻ്റെ കുഞ്ഞുങ്ങളെ? നമ്മളോട് ഇപ്പം ത്രികോണത്തിന് 3 സൈഡുകളും 3 ആംഗിളുകളും ഉള്ളതാണ്. അത് നമുക്കറിയാം 180 അതവിടെ നിൽക്കട്ടെ, അയാളോട് ഒറ്റയ്ക്ക് നിൽക്കട്ടെ. അടുത്ത ക്വാഡ്രിലേറ്റർ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വശങ്ങൾ, 4 സൈഡ് അല്ലെ വശങ്ങളും 4 ആംഗിളുകളും ഉള്ളതാണ്. അതിനെ നമ്മൾ 2 ഇൻറ്റു ഈ 2 വന്ന് എന്താണെന്നറിയോ? 180 അധികം 180 2. അതായത് ഒരു ക്വാഡ്രിലേറ്ററിനെ നടുക്കൂടെ മുറിച്ചപ്പം ഇതാ കുഞ്ഞുങ്ങളെ, ഇത് ഇനിയും എന്ന് വെച്ചാൽ ഇതൊരു ക്വാഡ്രിലേറ്ററാണ്. ഇതിൻ്റെ നടുക്കൂടെ വരച്ചപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ആ 2 ഈ 2. മനസ്സിലായോ? ഇപ്പോൾ പെൻറ്റഗൺ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, പെൻറ്റഗൺ എന്ന് വെച്ചാൽ അതാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇതിനെ നമുക്ക് എത്ര ആയിട്ട് മായച്ചു? 1, പിന്നെ ഇവിടുന്ന് 2. അപ്പോൾ എത്രയായി? ഇതിനകത്ത് 1, 2, 3 എണ്ണം കിട്ടി. ഇപ്പോൾ നമ്മൾ ചെയ്തതാ അല്ലേ? അങ്ങനെയാണ് ഈ 3 വന്നത്. അങ്ങനെ 6 എണ്ണം ഉള്ളതിനെയാണെങ്കിൽ നമുക്ക് 4 ആയിട്ട് മാറ്റാം. 7 എണ്ണം ഉള്ളതിനെ നമുക്ക് 5 ആയിട്ട് മാറ്റാം. അങ്ങനെയാണ് ഈ പറഞ്ഞതെന്ന്. മനസ്സിലായോ? അപ്പം 180 × 4 എത്ര ഇവിടെ കിട്ടുന്നത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കി കുഞ്ഞുങ്ങളെ, ഷഡ്ഭുജം അല്ലേ? 4 × 180 720. ഹെപ്റ്റഗൺ സപ്തം അല്ലേ? സപ്തഭുജം 5 × 180 900. ഒക്ടഗൺ അഷ്ടഭുജം 6 × 180 1080. നൊനഗൺ നവഭുജം 7 × 180 1260. ഡെക്കഗൺ ദശഭുജം 8 × 180 1440. കേട്ടോ? നമ്മൾ 180 ഈ സംഖ്യകൾ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണേ കേട്ടോ. ഇവിടെ നമ്മൾ 1 മുതൽ പറഞ്ഞായിരുന്നു. വേണേ ഇത് നിങ്ങൾ എഴുതിക്കോ 1 ഇൻറ്റു, കാരണം ഒരു ട്രയാങ്കിളാണ്. 1 × 180 വേണേ അതങ്ങ് പഠിച്ചു. കാരണം 1 2 3 4 5 6 7 8 കേട്ടോ. 8 മനസ്സിലാക്കണേ. ഇത് ഓരോന്നും എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇതിനെ നമ്മൾ എന്ന് സൂചിപ്പിക്കുക, നമ്പറുകളായിട്ട് അങ്ങ് കൊടുക്കുക. എന്താണ്? നമ്പർ. കാരണം ഇത് എത്ര നമുക്കിപ്പം 10 വരെ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇപ്പം ഞാൻ 25ാമത്തെ, മനസ്സിലായോ? 25 അല്ലെ 100ാമത്തെയാണെന്ന് വെച്ചോ, സെഞ്ചുറി അല്ലേ? അപ്പം 100ാമത്തെയാണെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിവിടെ എന്തോ ചെയ്യണമെന്ന് അറിയാം, അതിൽ നിന്ന് 2 അങ്ങ് കുറച്ചാൽ മതി. ഇവിടെ നോക്കിയേ, ഇതിൻ്റെ എല്ലാം ഈ 2 എണ്ണം കുറച്ചല്ലേ? അപ്പോൾ എത്ര? 98 × 180. ആ ക്ലൂ മനസ്സിലായോ? നമ്മളോട് എത്രയാണോ നമുക്ക് 8 ചോദിച്ചത്. അപ്പം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 8 ആയതുകൊണ്ട് 6 × 180. ഇനി 100 ആണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? 98 × 180. ഇപ്പം 125 ചോദിക്കുന്നതെങ്കിലോ 125 നിന്ന് 2 കുറച്ചാൽ 123 × 180. മനസ്സിലായോ? എത്രയാണോ നമ്മളോട് ചോദിക്കുന്നത് അതിൽ നിന്നും 2 കുറച്ച് ചെയ്താൽ മതി. അതായത് ഈ ഫോർമുല, ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക വശങ്ങളുടെ എണ്ണത്തിന് 2 കുറച്ചതിനെ നമ്മൾ 180 കൊണ്ട് ഗുണിച്ചതാണെന്ന്. ഒരു ബഹുഭുജം എന്ന് വെച്ചാൽ പോളിഗൺ കുഞ്ഞുങ്ങളെ. ഒരു പോളിഗണിൻ്റെ സം ഓഫ് എന്ന് വെച്ചാൽ കോണുകളുടെ സം ഓഫ് ആംഗിൾ അല്ലേ? അതിൻ്റെ സൈഡുകളുടെ എണ്ണത്തിൽ നിന്നും 2 കുറച്ചതിനെ നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം 2 കുറച്ചതല്ലേ? ഇത് കാണുമ്പോൾ മനസ്സിലാവും. 8-ൽ നിന്നും 2 കുറച്ചു, 9-ൽ നിന്നും 2 കുറച്ചു, 10-ൽ നിന്നും 2 കുറച്ചു, 6-ൽ നിന്നും 2 കുറച്ചു. ഇനി 100 ആണെങ്കിൽ 100-ൽ നിന്ന് 2 കുറച്ച് 98. ഇനി 70 ആണെങ്കിലോ 68. ഇനി 50 ആണെങ്കിലോ 48. മനസ്സിലായോ? എല്ലാത്തിൽ നിന്നും 2 കുറച്ച് ഇവിടെ കൊടുത്താൽ മതി. ഏതാണോ ചോദിക്കുന്നത് അതിൻ്റെ 2 കുറച്ച്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വശങ്ങളുടെ വശങ്ങളുള്ള ബഹുഭുജത്തിലെ, ഈ ബഹുഭുജം എന്ന് വെച്ചാൽ ക്വാഡ്രിലേറ്റർ ആണ്, കോണുകളുടെ തുക. ഈ ഇക്വേഷൻ വെച്ചാൽ നിങ്ങൾ ഇനി നമ്മൾ ചെയ്യുന്നത്, ഇത് നിങ്ങൾ ബോക്സിൽ എഴുതി ഈ അപ്പോൾ ഇത് വൃത്തിയായിട്ട് ബോക്സിനകത്തിൽ എഴുതിയെടുക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക n-2 × 180. അതായത് സം ഓഫ് ദ ആംഗിൾ ഓഫ് എ പോളിഗൺ ഓഫ് സൈഡ് ഈസ് n-2 × 180. ഇത് വെച്ചാണ് ഇനി നമ്മൾ കണക്ക് ചെയ്യേണ്ടത് കേട്ടോ.
ഇതെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇതൊക്കെ ഓരോ പോളിഗണ്ണുകളാണ്, അതിനെത്ര സൈഡ് ഉണ്ടെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വെച്ച് കഴിയുമ്പോൾ ഇതൊക്കെ 5ഉം 6ഉം ഒക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാമല്ലോ. ഇതിനെ നമ്മൾ എത്ര ട്രയാങ്കിൾ ആക്കി എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനെ 180 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എന്നുള്ളതാണ് കേട്ടോ. ഇത് നല്ലപോലെ ഇംഗ്ലീഷ് മീഡിയക്കാർ അവരുടെ, മലയാളം മീഡിയക്കാർ അവരുടെയും ബോക്സ് കയറ്റി എഴുതിയെടുക്കണം കേട്ടോ. പേജ് നമ്പർ 64 കാര്യങ്ങളാണ്. ഇനി നോക്കിയേ, അതിൻ്റെ അകത്തിലെ ടെസ്റ്റിലെ തന്നെ 20 എത്രയായിരുന്നു, പേജ് നമ്പർ 64 തന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട് കുഞ്ഞുങ്ങൾ. 20 വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക. നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന്. 20 വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക. ബഹുഭുജം എന്ന് വെച്ചാൽ പോളിഗൺ ആകും കുഞ്ഞുങ്ങളെ. 20 സൈഡ് ഉള്ള പോളിഗൺ കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റിലുണ്ട് പോളിഗൺ. ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കായതുകൊണ്ടാണ് ഞാൻ അതിനെ വലിയ വിശാലമായിട്ട് ഇംഗ്ലീഷ് ഒന്നും എഴുതാഞ്ഞത്. 20 സൈഡുള്ള പോളിഗൺ കേട്ടോ. അപ്പോൾ സൈഡ് നമുക്ക് എത്ര, 20 ആണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ എടുക്കുക, n-2 ഇൻറ്റു 180. ഈ ഇക്വേഷൻ നല്ലപോലെ പഠിക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വശങ്ങൾ കേട്ടോ, എത്ര വശം എന്ന് കാണിക്കാൻ വേണ്ടിയാവും കുഞ്ഞുങ്ങളെ n. ബാക്കി അതുപോലെ എഴുതണം കേട്ടോ. ഇവിടെ നമുക്ക് വശം തന്നിട്ടുണ്ട് 20. അപ്പോൾ നമ്മൾ ആ n-ൻ്റെ അവിടെ 20 എന്ന് എഴുതുക. -2 ഇൻറ്റു 180. ബാക്കി അതുപോലെ എഴുതുക, ഒരു മാറ്റവും ഇല്ല. n എന്ന് വെച്ചാൽ വശങ്ങളാണ്. അത് ആ ഒരു ക്ലൂ ഓർത്ത് പിടിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ചോദ്യത്തിൽ 20 വശം അല്ലെ 20 സൈഡ് കേട്ടോ. വശം എന്ന് വെച്ചാൽ സൈഡ് അല്ലേ. അപ്പോൾ നോക്കിയേ, 20 - 2 ഇൻറ്റു 180. 20-ൽ നിന്നും 2, 20-ൽ നിന്നും 2 പോയാൽ 18. 18 ഇൻറ്റു 180 എത്ര, അതാണ്ട് ഇവിടെ ഇൻറ്റു ചെയ്ത് വെച്ചിട്ടുണ്ട്. 0 ഇൻറ്റു 8 0, 8 8 64, ശിഷ്ടം 6, 1 8 8, 8 6 14, 0 1 0, 1 8 8, 1 1 0, 4 8 4 12, ശിഷ്ടം 1 1 1 2 1 3. 3240 നമുക്ക്. 40 എന്താണ്, ഡിഗ്രിയാണ് കേട്ടോ. ഡിഗ്രി 3240 ഡിഗ്രിയാണ് കോണുകളുടെ തുക എന്ന് പറയുന്നത്. കോണുകളുടെ തുക എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. 3220. ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന, പക്ഷെ അത് എങ്ങനെയാണ് കിട്ടിയെന്നൊന്ന് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതും പറഞ്ഞ കാര്യങ്ങളോ കുഞ്ഞുങ്ങളെ. നമുക്കതിൻ്റെ എക്സർസൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ഒരു പേജ് നമ്പറൊക്കെ അറിയാമല്ലോ, നിങ്ങളുടെ എല്ലാ കൈ ടെസ്റ്റ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ. പേജ് നമ്പർ 65 കേട്ടോ. ഓരോ പേജും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു പോവുകയാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് വരാൻ വഴിയില്ല, കാരണം അത്രയും ഇതായിട്ടാണ് ഞാൻ പറയുന്നത്. എന്നാലും ഇനി ഈ ഇക്വേഷൻ വന്നതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ കുഞ്ഞുങ്ങളെ. ഈ ഇക്വേഷൻ നല്ലപോലെ പഠിക്കണം. എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമുക്ക് ക്വസ്റ്റ്യനിൽ വശങ്ങൾ തരും കേട്ടോ. തന്നില്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം. അപ്പോൾ വശം തന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിനെയാണ് നമ്മൾ ഈ എന്ന് പറയുന്നത്. ബാക്കി അതുപോലെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ എക്സസൈസ് നോക്കിയേ. ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക 1980 1980 ഡിഗ്രിയാണ്. ഇതിനേക്കാൾ ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്താണ്? ഒരു വശം കുറവായ ബഹുഭുജത്തിലെയോ ഒരു 1980 1980 നമുക്ക് കോണുകളുടെ തുക അല്ലേ തന്നിട്ടുണ്ട് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ. ഇനി അതിലൊന്നുകൂടെ കൂടിയാലോ കുറഞ്ഞാലോ എത്രയാണെന്ന്. ദ സം ഓഫ് ദ ആംഗിൾ ഓഫ് എ പോളിഗൺ ഈസ് 1980 ഡിഗ്രി. വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾ ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് more and for a polygon with one side less. വല്ലോ മനസ്സിലായെല്ലാം. ചോദ്യം മലയാളം ഇംഗ്ലീഷിലും എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാം. ഇവിടെ എന്താ തന്നിട്ടുള്ളത് നോക്കൂ നിങ്ങളെ. കോണുകളുടെ തുക നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നു. കോണുകളുടെ അല്ലെ സം ഓഫ് ദ ആംഗിൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു നിങ്ങളെ. എത്ര? 1980 1980 ഇന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നു. ഇനി നോക്കിയേ, അത്രയും തന്നെങ്കിൽ അതിൻ്റെ ഒരു വശം കൂടുതലാണെങ്കിൽ ഒരു വശം എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇതൊരു വശം ഇതല്ലേ, ഇതിനകത്തിൽ ഒരു വശം, ഇതിപ്പോൾ 3 വശമുള്ളവരെണ്ണോ, അതിൻ്റെ ഒരു വശവും കൂടെ കൂടിയാൽ അതെന്താ 4 എണ്ണം ആവത്തില്ലേ? ഇല്ലേ? അതിൻ്റെ ഒരു വശവും കൂടെ കൂടിയാൽ അതെന്താ 5 എണ്ണം ആവത്തില്ലേ? അപ്പോൾ ഒരു വശം കൂടുക എന്ന് വെച്ചാൽ ഓരോ ഇത് കൂടി വരും. ഇത് ട്രയാങ്കിൾ, ഇത് ക്വാഡ്രിലേറ്റർ, ഇത് പെൻറ്റഗണ്, അങ്ങനെ കൂടുക. അതാ നിങ്ങളത് ഓർത്തോണേ. ഒരു വശം കൂടുക എന്ന് പറയുമ്പോഴേ ഒരു ആംഗിളും കൂടെ കൂടുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു വശവും ആംഗിളും ഓർത്തോണേ. വശം അത്രയും തന്നെയാണ് ആംഗിളും. അപ്പം നിങ്ങൾ അതൊരു മനസ്സിലാക്കി വേണം പോകാം കേട്ടോ. ഇവിടെ കോണുകളുടെ തുക 1980 ആവും നിങ്ങളെ. അങ്ങനെ ആണെങ്കിൽ ഒരു വശവും കൂടെ കൂടുതലാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. ആ 180യുടെ കൂടെ ഒരു 180 കൂടെ കൂട്ടിയപ്പോഴാണ് ഇവിടെ 360 വന്നത്. അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ കൂടിയപ്പോഴാണ് അടുത്ത എത്ര 540 വന്നത് അല്ലേ? ഓരോ വശം കൂടുമ്പോഴും അവിടെ ഓരോ 180 കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇല്ലയോ കുഞ്ഞുങ്ങളെ? അല്ലയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരെണ്ണം കൂടുതലാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 180 കൂടെ കൂട്ടിയാൽ പോരെ?
മനസ്സിലാക്കണേ. ഒരെണ്ണം കൂടെ കൂടുക, ഇത്രയും തന്നിട്ടുണ്ട്, ഒരെണ്ണവും കൂടെ കൂടുതലാണെങ്കിൽ ഒരു 180 കൂടെ കൂടുതലാണെന്നാ അല്ലേ. 3 സൈഡുള്ളതിനെ 180, 4 സൈഡാണെങ്കിൽ വീണ്ടും ഒരു 180 കൂടെ കൂട്ടി, അതിൻ്റെ കൂടെ വീണ്ടും 5 സൈഡായപ്പോൾ വീണ്ടും ഒരു 180 കൂടെ കൂട്ടിയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഒരു വശവും കൂടെ കൂട്ടുകയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ എന്താ 180 കൂടെ കൂട്ടുക എന്നാണ് കേട്ടോ, മറക്കല്ലേ. അപ്പം 1980 കൂടെ ഒരു 180 കൂടെ കൂട്ടുമ്പോൾ എത്ര ആവും നിങ്ങളെ, എത്ര ആയിരിക്കും? ഏതാണ്ട് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. 0 8 8 16 9 1 10 1 11 2 2160 2160 ആണ്. അങ്ങനെയാണെങ്കിൽ അവർ ഒന്നുകൂടെ ചോദിച്ചു, ഒരു വശം കുറവാണെങ്കിലോ? 1980 ഒരു വശം കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു 180 അങ്ങ് കുറച്ചാലോ 1800 കേട്ടോ. ഞാനിവിടെ കുറച്ചും വെച്ചിട്ടുണ്ട്. ഒന്ന് കൂടുതലാണെങ്കിൽ ഒരു 180 കൂട്ടുക, ഒന്ന് കുറവാണെങ്കിൽ ഒരു 180 കുറയ്ക്കുക. ഇപ്പം ക്ലൂ ഒക്കെ പിടികിട്ടുന്നുണ്ടാവും നിങ്ങളെ കേട്ടോ. നല്ലപോലെ മനസ്സിലാകുന്നവർക്ക് ഇത് എളുപ്പമാവും നിങ്ങളെ കേട്ടോ. ഒരു വട്ടം കണ്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കാണണം. കാരണം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഒറ്റ വട്ടം പറയുമ്പോഴേ അങ്ങ് മനസ്സിലാവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില കുട്ടികൾക്ക് ഒരു വട്ടം കണ്ടെങ്കിലേ മനസ്സിലാവൂ, ചില കുട്ടികൾക്ക് 2 വട്ടം കണ്ടെങ്കിലേ മനസ്സിലാവും, ചിലർക്ക് 2-3 വട്ടം കണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ തലമണ്ട പോലെ ഇരിക്കും. തലച്ചോറുള്ള പിള്ളേർക്ക് ഒറ്റ വട്ടം കേൾക്കുമ്പോൾ തന്നെ സംഭവം കിട്ടും. പിന്നെ നല്ല തലച്ചോറുണ്ടെങ്കിലും അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നൊന്നുമില്ല. 2-3 വട്ടമൊക്കെ കണ്ടോ നിങ്ങളെ മനസ്സിലാക്കുക, എഴുതി തന്നെ പഠിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ എക്സസൈസ്. അപ്പോൾ 2 നോക്കാം. രണ്ടാമത്തെ നോക്കിയേ, 27 വശങ്ങളുള്ള, അടുത്ത ഓരോ ചോദ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 27 വശങ്ങളുള്ള വശം തന്നിട്ടുണ്ട് അല്ലേ, 27 സൈഡ് തന്നിട്ടുണ്ട് അല്ലേ. ബഹുഭുജത്തിലെ കോണുകളുടെ തുക നമുക്കറിയാം, കാരണം നമുക്ക് ഇക്വേഷൻ അറിയാം. n-2 × 180 ആണെന്ന് നമുക്കറിയാം. ഇക്വേഷൻ ഞങ്ങൾ പഠിച്ചതാണ്. കോണുകളുടെ തുക അല്ലെ സം ഓഫ് ആംഗിൾ എന്താവും നിങ്ങളെ, ഇത് ബോക്സ് ഇട്ട് നിങ്ങളങ്ങ് പഠിക്കണേ കേട്ടോ. കോണുകളുടെ തുക അല്ലെ സം ഓഫ് ആംഗിൾ കാണുന്നതിനുള്ള ഇക്വേഷൻ നല്ലതുപോലെ പഠിക്കണം. കാരണം വശം തന്നിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. സൈഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. n-2 × 180, n എന്ന് വെച്ചാൽ 27 ആണ് നമുക്ക് തന്നിട്ടുണ്ട്, വശം തന്നിട്ടുണ്ട്. 27 - 2 × 180, 27 2 പോയാൽ 25 ആണ്. 25 × 180, 180നെ 25 കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ 4500 ഡിഗ്രി കിട്ടും. അത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാം ഗുണിച്ചും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഗുണിക്കാനൊക്കെ അറിയാമല്ലോ, 8ാം ക്ലാസ് അല്ലേ, ഗുണിക്കാൻ അറിയായിരിക്കും. നോക്കിക്കേ, അടുത്തത് ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക 8100 ഡിഗ്രിയാണ്, 8100 ആണ്. ഞാൻ എല്ലാം ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. അതിന് എത്ര വശങ്ങളുണ്ടെന്ന് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഇതുവരെ നമുക്ക് ഇതുവരെ നമ്മളത് കാണുമായിരുന്നല്ലേ, n-2 × 180 വെച്ചിട്ട് ഇതുവരെ നമ്മൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതാണ്ട് വേറൊരു പണി വരുന്നുണ്ട്. എന്താണെന്നറിയോ, ദ സം ഓഫ് ദ ആംഗിൾ ഓഫ് എ പോളിഗൺ ഈസ് 8100 ഡിഗ്രി. ഹൗ മെനി സൈഡ് ഓഫ് ഡസ് ഇറ്റ് ഹാവ്? ഇവിടെ എത്ര, നോക്കണേ കുഞ്ഞുങ്ങളെ, ഇതിന് എത്ര വശങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് നമുക്ക് പഠിക്കാം. ഇനി ഇത് വേറെ രീതിയാണ്, മനസ്സിലാക്കണേ. മറ്റേ നമുക്ക് എന്താണ്, ഈ ഇക്വേഷൻ വെച്ചിട്ട് വശം തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുമായിരുന്നു. ഇപ്പം നമുക്ക് വശങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, കോണുകളുടെ തുക തന്നിട്ടുണ്ട്, വശങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണമെന്ന്. നമുക്കറിയാം കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചതാണ്. സം ഓഫ് ദ ആംഗിൾ അല്ലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180 ആണ്. ഞങ്ങൾക്കറിയാം. അറിയത്തില്ലേ? അറിയാം. അങ്ങനെയാണെങ്കിൽ n-2 അല്ലേ, n-2 = നോക്കണേ കുഞ്ഞുങ്ങളെ, n ആണ് നമുക്ക് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ n എത്ര ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ ഈ ബോക്സിൽ കിടക്കുന്ന ആളിനെ അതുപോലെ ഇങ്ങി പൊക്കുക. n-2നെ അതുപോലെ പൊക്കിയെടുക്കുക. ഈക്വൽ കഴിഞ്ഞിട്ട് ഇവിടെ ആരാ കിടക്കുന്നത്, 8100 പൊക്കിയെടുത്തുകൊണ്ട് വരിക. ഈക്വൽ കഴിഞ്ഞിട്ട് ആരാണോ കിടക്കുന്നത് അയാളെ എഴുതിയിട്ടേ എന്ത് ചെയ്തു, വെളി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ എടുത്തുകൊണ്ട് വരിക. ഇവിടെ ആരാണ്, ഇൻറ്റു 180 ആണ്. ഇൻറ്റു ആണ്. പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് മൈനസ് അടിക്കായിരുന്നു, മൈനസ് ആയിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പ്ലസ് അടിക്കായിരുന്നു. അതറിയാവോ, സമത്തിന് ഇപ്പുറം വരുമ്പോൾ സൈൻ മാറും കേട്ടോ. ഇവിടെ ഇൻറ്റു ആവും നിങ്ങളെ വന്നേക്കുന്നത്. ഇൻറ്റു എന്ന് വെച്ചാൽ ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ സമത്തിന് ഇപ്പുറം വരുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറും. ഇതൊക്കെ നല്ലതുപോലെ പഠിക്കണേ. ഇവിടെ ഇൻറ്റു 180 വന്നതുകൊണ്ട് നമ്മൾ എന്താണ്, ഈക്വലിന് ഇപ്പുറത്ത് വന്നാൽ അത് ഡിവിഷനാണ്. ഇതുവരെ അറിയത്തില്ലെങ്കിൽ പോട്ടെ, ഇപ്പം അറിയാമല്ലോ. നിങ്ങളെ ഇവിടെ പ്ലസ്സോ മൈനസോ ആയിരുന്നെങ്കിൽ, ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ മൈനസ് ഇട്ട് ചെയ്തേനി, ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ ഇവിടെ പ്ലസ് ഇട്ട് ചെയ്തേനി. കാരണം ഇത് ഈക്വലിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന സാധനമല്ലേ, ഇപ്പുറം ലെഫ്റ്റിൽ. അതിനെ നമ്മൾ റൈറ്റിലോട്ട് ഈക്വലിൻ്റെ വലത്തുവശത്തോട്ട് എടുത്തുകൊണ്ട് വരുമ്പം സൈൻ മാറും. സംശയം മാറിയോ?
ഈക്വലിൻ്റെ ഇടത്ത് വശത്ത് കിടക്കുന്ന ആളിനെ ഈക്വലിന് വലത്ത് വശത്തോട്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ എന്താണ്, നേരെ അതിൻ്റെ സൈൻ അങ്ങ് മാറും കേട്ടോ. ആൾ അത് തന്നെയാണ്, സൈൻ മാറും. അപ്പോൾ ഇവിടെ ഇൻറ്റു ആണ് വന്നത്, അപ്പോൾ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷനായിട്ട് മാറും. ഇപ്പോൾ പിടികിട്ടിയോ? ആ n-2 അതുപോലെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വെട്ടാൻ 0 മേലിലും താഴെയുണ്ട്. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് അതിനെ വെട്ടിക്കളയാം. 810ഉം 18ഉം ഈ 81ഉം 18ഉം ഏതിൻ്റെയും ടേബിളിൽ വരുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 81ഉം 18ഉം 9ൻ്റെ ടേബിളിൽ വരും കേട്ടോ. 9 കേട്ടോ കുഞ്ഞുങ്ങളെ, 9. ഇനി അതും അറിയത്തില്ലെങ്കിൽ ഇനി പെട്ടെന്ന് നമുക്ക് ടേബിൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല ഏതൊക്കെ ടേബിൾ. അപ്പോൾ നിങ്ങൾ എന്താ അറിയുമോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഡിവിഷൻ വരുമ്പം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പകുതി 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 വെച്ച് അങ്ങ് ചെയ്യണമെന്ന്. ഓർമ്മയുണ്ടോ നമ്മൾ അങ്ങനെ പഠിച്ചത്? ഇപ്പോൾ 810ൻ്റെ പകുതി തന്നെ ആയിരിക്കണേ. പകുതി എന്ന് വെച്ചാൽ എന്താ, 2 വെച്ച് ഡിവൈഡ് ചെയ്യാമെന്ന് കേട്ടോ. 810നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാമെന്നാണ് ഈ പകുതി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് 405 വന്നു. 18ൻ്റെ പകുതി 9 ആണ്, നമുക്കറിയാം. ഇനി നോക്കിയേ, 405 9ഉമാണ്. 405 9ഉം 9ൻ്റെ ടേബിളിൽ തന്നെ വരും കേട്ടോ. എത്രയാണെന്നറിയാം? 45. 405നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എത്ര, 45 വരും. 405നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 വരും. ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ, 45. അപ്പം n-2 = എത്ര വന്നു കുഞ്ഞുങ്ങളെ? n-2 എന്ന് പറയുന്നത് 45 വന്നു. അപ്പം n കാരണം n കാണാൻ വേണ്ടിയില്ല നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടെ. n ഈക്വൽ കഴിഞ്ഞ് വന്ന ആരാ? 45. ഇവിടെ നോക്കിയേ, -2 ആണ്. നമ്മൾ പറഞ്ഞു സമത്തിനിപ്പുറം ഈക്വലിന് ഇപ്പുറം കിടക്കുന്നതിനെ പൊക്കി ഇപ്പുറത്ത് വരുമ്പോൾ എന്താ, ഇത് -2 ആണെങ്കിൽ ഇത് +2 ആവും, ഇത് +2 ആണെങ്കിൽ ഇത് ഡിഗ്രി ആവും. ആണോ? അല്ല, ഇത് -2 ആണെങ്കിൽ +2 ആണ്, ഇത് +2 ആണെങ്കിൽ ഇത് -2. ഇവിടെ ഏതാ? -2 ആണ്, അതുകൊണ്ട് ഇവിടെ +2 ആണ് കേട്ടോ. +2 വന്നെങ്ങനെയാണെന്ന് മനസ്സിലായോ? 10ാം ക്ലാസ് ജയിച്ചപ്പോഴാണോ? അല്ല. എന്താ കുഞ്ഞുങ്ങളെ, ഈക്വലിൻ്റെ ഇപ്പുറത്ത് വന്നതിനെ പൊക്കിയെടുത്ത് ഇപ്പുറത്ത് വരുമ്പോഴാണ്. നല്ലപോലെ മനസ്സിലാക്കണേ. അപ്പം 45 + 2 47. നല്ലപോലെ പഠിക്കണം കേട്ടോ. അതിനകത്തിൽ ഒരു 2 ചോദ്യം കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ, അതുകൂടെ അങ്ങ് തീർത്തേക്കാം. നോക്കിയേ, ഏതെങ്കിലും ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 1000 ആകുമോ? ബഹുഭുജം എന്ന് വെച്ചാൽ പോളിഗൺ. ഇഫ് ദ സം ഓഫ് ദ ആംഗിൾ ഓഫ് എനി പോളിഗൺ ഈക്വൽ ടു 1000 എക്സ്പ്ലെയിൻ. ഏതെങ്കിലും ഒരു ബഹുഭുജത്തിൽ നമ്മൾ ഇതുവരെ ചെയ്ത രീതി വെച്ച് 1000 വരുമോ? 1000 വരുമോ കുഞ്ഞുങ്ങളെ? നമ്മൾ ബഹുഭുജം എന്ന് വെച്ചാൽ പോളിഗൺ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഒന്ന് 180 ആണ്, അടുത്തത് എന്താ 360 ആണ്, അടുത്ത 540 ആണ്, അടുത്തത് 720 ആണ്, അടുത്ത എത്ര, അങ്ങനെ 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 അങ്ങ് പോവുക അല്ലേ? അടുത്ത 900 ആണെന്ന് തോന്നുന്നു അല്ലേ? 900 ആണ്, അങ്ങനെ പോവുക കുഞ്ഞെ. പക്ഷേ ഇവിടെ 1000 വരുന്നുണ്ടോ എന്ന്? 1000നെ 180 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ എത്ര വരും? വരുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. 5 18 5 90 വരുന്നുള്ളൂ അല്ലേ? 900 വരെ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ എന്തോ ചെയ്യണം? കിട്ടത്തില്ല. അപ്പോൾ 1000 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 180 കേട്ടോ. അപ്പോൾ 180ൻ്റെ ഗുണിതത്തിൽ 1000 വരത്തില്ല. വരുമോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അത് വരത്തില്ല കേട്ടോ. അതുപോലെ തന്നെ അങ്ങ് പഠിക്കണേ. ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ. 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകളെല്ലാം ഒരേ അളവാണ്. 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകൾ എല്ലാം ഒരേ അളവാണ്. ഓരോന്നും എത്ര ഡിഗ്രിയാണ്? A 20 side of polygon has equal angle. How much is angle? ഇവിടെ നോക്കൂ നിങ്ങളെ, നമുക്ക് എന്താ 20 വശങ്ങളുള്ള ഒരു ബഹുഭുജ പോളിഗൺ. 20 വശം 20 ആണ്. അപ്പം നമുക്ക് എന്തോ തന്ന്, നമുക്കറിയാം സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറേ ചെയ്തു അല്ലേ? സം ഓഫ് ദ ആംഗിൾ n-2 × 180 എന്നെ തന്നിട്ടുണ്ട് 20. അപ്പം നമുക്ക് എത്ര കിട്ടി? 3240. എന്താവും നിങ്ങളെ? 3240 നമുക്ക് എന്ത് കിട്ടി? ഡിഗ്രി കിട്ടി അല്ലേ? കോണുകളുടെ തുക കിട്ടി. നമ്മളോട് ചോദിച്ചാൽ എന്താ? 20 സൈഡ് ഓഫ് ദ പോളിഗണ് ഈക്വൽ ആംഗിൾ ആണോ? കോണുകളെല്ലാം ഒരേ അളവാണ്. അവിടുത്തെ ആംഗിളുകളെല്ലാം ഒരേ അളവാണ്. 20 വശങ്ങളുള്ളതെന്ന് വെച്ചാൽ എന്താ? നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയതിനെ കാരണം എന്താ? സൈഡ് 20 ആകുമ്പോൾ ആംഗിളും എന്താ? 20 അല്ലേ? അത് ഓർത്തോണേ നിങ്ങൾ. എത്ര വശങ്ങളുണ്ടോ അത്രയും തന്നെ കോണുകളും കാണും. നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ച് മനസ്സിലായില്ലയോ? അപ്പം നമ്മൾ എന്തോ ചെയ്യണം? 3240നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 162 തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. 162 കിട്ടും. അപ്പോൾ ആ പേജിലെ ഫുൾ കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. കമൻറ്റ് കണ്ടതിന് ശേഷമേ ഞാൻ പാർട്ട് 2 ഇടുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയല്ലേ? വെറുതെ എൻ്റെ വായിൽ ഉമിനീര് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഒരു 10 പേരെങ്കിലും ഓക്കെ ആണെന്ന് പറയാമെങ്കിൽ ഞാൻ എൻ്റെ പാർട്ട് 2 ഇടാം കേട്ടോ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയണം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു. മനസ്സിലായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.